പലതരം ചേരുവകൾ. ഇത് നമ്മളൊരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാട്ടോ വന്നേക്കണേ. കേരളീയർ ഒട്ടുമിക്കവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടതായിരിക്കും പഴംപൊരി. പഴംപൊരി ഇതുപോലെ നല്ല ക്രിസ്പിയും സോഫ്റ്റും എന്നാൽ വളരെ ലൈറ്റ് ആയിട്ട് ഇതേപോലെ കിട്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി വന്ന പൊടി കൊണ്ട് നമ്മൾ ചെറിയൊരു ചേമ്പപ്പം കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 പഴമാണ് എടുത്തേക്കണേ. അപ്പൊ നമുക്ക് കുറച്ച് പൊടി ബാക്കി വന്നായിരുന്നു കേട്ടോ. അപ്പൊ ഒരു 5-6 പഴമൊക്കെ നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് തയ്യാറാക്കാം. തൊണ്ട് കളഞ്ഞ ശേഷം നീളത്തിൽ 3ആയിട്ട് മുറിക്കാം കേട്ടോ. 2ആയിട്ട് മുറിച്ചാൽ കട്ടി കൂടുതലായിരിക്കും. ഇത്തിരി കനം കുറഞ്ഞിരിക്കുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. പഴം അരിഞ്ഞത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് കടലമാവ് 1/2 കപ്പാണ് ഇടുന്നത്. ഇത് തിരിച്ച് ഓപ്ഷനിലാണ് കേട്ടോ. കടലമാവ് ഇല്ലാതെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാൻ കടലമാവ് ഇടുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദപ്പൊടി ഇട്ട് നമ്മൾ പഴംപൊരി പൊരിക്കുമ്പോൾ ഒരു റബ്ബർ പോലെ ഒരു വലിച്ചിൽ വരുമല്ലോ, അതില്ലാണ്ടിരിക്കാനാണ്. പിന്നെ ടേസ്റ്റും നല്ലതാട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എള്ളും ഓപ്ഷനിലാണ് കേട്ടോ. ഇനി ഈ ബാറ്റർ നല്ലൊരു ലൈറ്റ് ആവാനും നല്ലൊരു സ്ട്രക്ചർ ഇടാനായിട്ട് 1/2 കപ്പ് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. തൈരിന് പകരമായിട്ട് ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പഴംപൊരി അവർ മാവൊക്കെ ചേർത്ത് കുഴച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ തൈരും മാവൊന്നും കയ്യിൽ ഇരിപ്പില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലാതെയും കാട്ടാട്ടോ. ഇതിടാന്നുണ്ടെങ്കിൽ നല്ല ഉരുണ്ടിട്ട് ആ ഒരു നല്ല സ്ട്രക്ചറും ആ ഒരു നല്ല ലൈറ്റും ആവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കണം. പഴംപൊരിക്ക് അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു ബാറ്റർ തന്നെ വേണം കേട്ടോ. 1 കപ്പ് 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് എനിക്ക് ഇതിലേക്ക് ടോട്ടൽ വേണ്ടി വന്നത്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ മതിയാവും കേട്ടോ. ഇനി ഇതെല്ലാനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം കേട്ടോ. ഒരു പഴം എടുത്ത് മുക്കി നോക്കാം. അപ്പൊ അതിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്ത് നിൽക്കണം. ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഓയിൽ അവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പഴം ബാറ്ററിലേക്ക് മുക്കിയിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഹൈ ഫ്ലെയിമിൽ തീ വെക്കാം കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം പഴംപൊരി പൊരിക്കാനായിട്ട് ഇട്ടെടുക്കുക. എന്നാലാണ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങിയൊക്കെ വരുള്ളൂ. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ കോരിയെടുക്കുക. ഇപ്പം അതായിട്ടുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ കംപ്ലീറ്റ് പഴംപൊരി നമുക്ക് വറുത്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോവാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടാം. നമ്മൾ ഒന്നരാടം വെച്ചിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വരുമ്പോൾ കാണാം, ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. അതേപോലെ എൻ്റെ ചാനലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഡിഷിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. പഴത്തിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കൂ കേട്ടോ. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ റെസിപ്പി ഇവിടെ അവസാനിക്കുന്നില്ല. പഴംപൊരി പൊരിച്ചിട്ട് ബാക്കി വന്ന കുറച്ച് ബാറ്ററും കൂടി ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ചേമ്പപ്പം എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ചേമ്പപ്പത്തിന്റെ ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളിതിലേക്ക് തേങ്ങാപ്പാലും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റിയൊരു സ്നാക്സ് റെഡിയാക്കാം. അപ്പൊ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ബാറ്ററിന്റെ ഇച്ചിരി ലൂസാണ്. അപ്പൊ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ടെടുത്ത് ഇന്ന് തിക്കാക്കി എടുക്കുക. അതിനുശേഷം ഇതേപോലെ കുറച്ചായിട്ട് കോരിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ കൈ വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ കോരിയിടാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചും നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പൊ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക. ഇത്ര ഉള്ളൂ. അപ്പൊ നമ്മുടെ 2 സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഓൾ.